Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ നമ്മുടെ കിച്ചണിലുള്ള കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ വർക്ക് ടോപ്പൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ടുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെയുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് അല്ലെങ്കിൽ ഒരു ക്ലീനിങ് സ്പ്രേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മാത്രം മതി നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങും. എന്നാൽ കെമിക്കൽസ് ഇല്ലതാനും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിലെല്ലാം അമോണിയം ഒക്കെ കലർത്തിയിട്ടുള്ളതാണ്. അപ്പം അത് ഒട്ടും നല്ലതല്ല. അത് ശ്വസിക്കുന്നതാണെങ്കിലും നമ്മുടെ കയ്യിൽ പറ്റുന്നതാണെങ്കിലും ഒക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് സ്പ്രേ ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പ് എടുക്കാം. ഒത്തിരി ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ബക്കറ്റൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പോളം ഉള്ള ചെറു ചൂടുവെള്ളം ഞാൻ വിരൽ ആ വെള്ളത്തിലിടുമ്പോഴത്തേക്കും എനിക്ക് പൊള്ളുന്നൊന്നുമില്ല. അപ്പോൾ അത്രയും ചൂടുള്ളൂ. വളരെ ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം ഒഴിക്കുകയാണ് ഒരു കപ്പ്. ഞാൻ ഒരു കപ്പിൻ്റെ അളവ് പറയുന്നുള്ളൂ, കാരണം ഞാൻ ഓൾറെഡി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുന്നേ തന്നെ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പിൻ്റെ അളവ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാരപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നമ്മൾ ഇപ്പം പുറമേക്കുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബൈകാർബണേറ്റ് ഓഫ് സോഡ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കാൻ കിട്ടുക. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ. ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഈ ചീത്ത മണങ്ങളൊക്കെ ഒത്തിരി അങ്ങ് വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ബേക്കിംഗ് സോഡ ഒത്തിരി നല്ലതാണ്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് വിനീഗറാണ് അല്ലെങ്കിൽ വിനാഗിരിയാണ്. കണ്ടോ, ഞാൻ ആ സ്പൂണ് അതിനകത്ത് ഇട്ട് ഇളക്കി എന്നുള്ളത് കൊണ്ട് ആ ഒരു വിനാഗിരി അതിനകത്ത് കയറി പിടിച്ചിങ്ങനെ പതയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിനാഗിരി ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ വിനാഗിരി നമ്മൾ ചേർക്കുമ്പോൾ കുറച്ചൊന്ന് പതയും, അത് സാരമില്ല. അത് വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ ചേർന്ന് ഒരു ക്ലീനിങ് ഏജൻറ്റ് ആവുന്നതാട്ടോ. ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് വാനില എസൻസ് ആണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാനിങ്ങനെ ചേർക്കുന്നത് ഒരു നല്ലൊരു മണം കിട്ടും, അതുപോലെ ഒരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ, അതായത് ടീ ട്രീ ഓയിൽ അല്ലെങ്കിൽ ലാവൻഡർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഓയിൽ യൂസ് ചെയ്യാം. അതുണ്ടെങ്കിൽ. അതില്ല എന്നുള്ളവർക്ക് ഇതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉള്ള വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇതിനകത്ത് നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും മണത്തിന് വേണ്ടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്ലീനിങ് സ്പ്രേ അല്ലെങ്കിൽ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇതിനി അതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഞാനിവിടെ ഇങ്ങനെ ചെറിയൊരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ, ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാൻ ഇതിനകത്താണ് നിറച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളതും. അപ്പം ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിതൊന്ന് തുറന്ന് സ്പ്രേ ചെയ്യുവാണ്, കണ്ടോ. അപ്പം ഇനി ഇതൊന്ന് തുടച്ചെടുത്താൽ മതി. ഇത് ഒത്തിരി നേരം കൊടുക്കുമോ, സമയം കുറച്ച് നേരം ഇരിക്കാനോ അങ്ങനെയൊന്നും സമയം കൊടുക്കണ്ട. നമുക്ക് ഉടനെ തന്നെ പെട്ടെന്ന് തുടച്ചെടുക്കാം. അതൊരു ഫ്രഷ്നെസ് ഉണ്ടാവും, നല്ലൊരു വാനില എസൻസിൻ്റെ ഒരു മണം കിട്ടും. പിന്നെ അതുപോലെ ഇതിനകത്ത് വേറെ കെമിക്കൽസ് ഒന്നുമില്ല. എന്നാൽ ഈ ഒരു ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ കൂടെ ചേർന്ന് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റും നല്ലൊരു സൊല്യൂഷനും കൂടിയാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഇതുപോലത്തെ ഒരു ബോട്ടിലിനകത്തോട്ടാക്കി നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ചെടുത്തുന്ന നമ്മുടെ വർക്ക് ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല അടിപൊളിയായിട്ടിരിക്കും. അതൊരു ഡിസിൻഫെക്റ്റൻറ്റും കൂടിയാണ്. ഇതിനകത്ത് വേറെ ഒന്നും എന്താ പറയുക, എന്തെങ്കിലും ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. കാരണം ആ വിനാഗിരി അതിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ് കേട്ടോ. അപ്പം ഇതൊരു ചെറിയൊരു കുഴൽ പോലത്തെ, കാരണം ഇത് കുഞ്ഞു കുപ്പിയല്ലേ, അപ്പോൾ ആ ചെറിയൊരു കുഴൽ പോലത്തെ ഒരു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആ ഒരു സ്പ്രേ കുപ്പി ഒന്ന് നിറച്ചെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു കിച്ചണിലുള്ള എല്ലാ പണിയും, നമ്മുടെ വീട്ടമ്മമാരുടെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ആ സ്പ്രേ കുപ്പിയിലെടുത്ത് നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പിലെല്ലാം അടിച്ച് ഉടനെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ ആ ഒരു വർക്ക് ടോപ്പിലുണ്ടാവുന്ന എല്ലാ ചീത്ത മണങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിലോ കറയുണ്ടെങ്കിലോ പോലും, കറകൾ പോലും ഇതിനകത്ത് പോകും. എനിക്ക് ചായക്കറയൊക്കെ വളരെ എളുപ്പത്തിൽ പോയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് കാണാം ആ ബോട്ടിലിൽ ഇപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും അതുപോലെ വിനാഗിരിയൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം അതുപോലെയുള്ള ഒരു പതഞ്ഞൊക്കെ വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്ലീനിങ് ഏജൻറ്റ് റെഡിയാണ്, അല്ലെങ്കിൽ ക്ലീനിങ് സ്പ്രേ റെഡിയാണ്. അപ്പം ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ വർക്ക് ടോപ്പാണിത്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു കറ കാണാം, എനിക്കറിയില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന്. അതൊരു ചായ പാത്രം വെച്ചിട്ടുള്ളതിൻ്റെ ഒരു കറയാണ് ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇത് ഒന്ന് പെട്ടെന്ന് തന്നെ വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒത്തിരി നേരം അത് ഇരിക്കാനൊന്നും സമയം കൊടുക്കുന്നില്ല. അപ്പം ഞാനിവിടെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ക്ലോത്താണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ക്ലീനിങ് സ്പ്രേ എന്ന് പറയുന്നത് ഈ ഒരു ഇതുപോലത്തെ വുഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർബിളിലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിലോ പറ്റില്ല കേട്ടോ. ഇത് ഈ ഒരു വുഡൻ വർക്ക് ടോപ്പിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ്. കാരണം നമ്മൾ മാർബിൾ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൗണ്ടർ ടോപ്പിൽ നമ്മളിത് ചെയ്യുന്നില്ല. കാരണം വിനാഗിരി അങ്ങനത്തെ ഒരു മാർബിളായിട്ട് ചേരത്തേയില്ല. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ പോലും ആ ഒരു മാർബിൾ കൗണ്ടർ ടോപ്പ് ഉള്ളവർക്ക് അത് ചേരത്തേയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ കുറേ പേര് അത് ചെയ്യുന്നില്ല. നമ്മളത് പുറത്തുനിന്ന് മേടിച്ച് നമ്മൾ പൈസ കളയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ചീത്തയാക്കാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി മാർബിൾ കൗണ്ടർ ടോപ്പിന് ചേരുന്ന തരത്തിലുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലീനിങ് സ്പ്രേ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇത് മാർബിളിൻ്റെ ഒരു കൗണ്ടർ ടോപ്പാണ്. അപ്പോൾ ഇതിന് കുറച്ച് അഴുക്കൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അത് ഒട്ടിപ്പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം, അതുപോലെ വനില എസൻസ്, പിന്നെ നമ്മൾ വാഷിംഗ് അപ്പ് ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വാഷ് ചെയ്യുന്ന എന്ത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ മാർബിളിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു നാരങ്ങ വെള്ളമോ വിനാഗിരി ഒന്നും ചേർക്കരുത്. അതൊക്കെ ഒരു ആസിഡിക് ആയിട്ടുള്ള സംഭവങ്ങൾ. അത് ഈ ഒരു മാർബിൾ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കല്ലാണ്. അപ്പോൾ നമ്മളിതൊക്കെ ചേർക്കുമ്പം ഈ കല്ല് ഭാവിയിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ബ്ലീച്ചോ അല്ലെങ്കിൽ ആസിഡിക് ആയിട്ടുള്ളതൊന്നും ചേർക്കാൻ പാടില്ല എന്നുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ മാർബിളിൻ്റെ കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ക്ലീനിങ് സൊല്യൂഷന്. അപ്പോൾ ആദ്യം ഞാൻ ഒഴിച്ചത് 1 കപ്പോളം ഉള്ള ചെറു ചൂടുവെള്ളം തന്നെയാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള വാഷിംഗ് അപ്പ് ലിക്വിഡാണ് ചേർത്തിട്ട്. അത് എന്ത് ബ്രാൻഡാണെങ്കിലും അതും കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ വാഷിംഗ് ലിക്വിഡ്. പിന്നെ ചേർക്കുന്നത് വനില എസൻസ് തന്നെയാണ്. അതൊരു മണത്തിന് വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് വനില എസൻസിൻ്റെ പകരം ഞാൻ പറഞ്ഞ പോലെ എസൻഷ്യൽ ഓയിലും യൂസ് ചെയ്യാം. അത് നാട്ടിൽ അവൈലബിൾ ആണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വനില എസൻസ് ചേർക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടോ ഒന്ന് പതഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പോലത്തെ ഒരു സ്പ്രേ കുപ്പി, അതിപ്പോൾ എല്ലാ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനത്തെ MT കുപ്പിയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു കാലിക്കുപ്പിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതും കുറച്ച് എടുക്കുന്നുള്ളൂ. കാരണം ഇതൊക്കെ ഞാൻ ബൾക്കായിട്ടാണ് ഉണ്ടാക്കി വെക്കാറ്. അപ്പം അതാണ് എനിക്ക് ലാഭമായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ഉണ്ടാക്കിക്കോട്ടോ. അപ്പോൾ ഇതും ഞാനത് ഈ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒന്ന് മാറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിന്നിപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നല്ലതുപോലെ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്നൊന്നും പോകുന്ന ലക്ഷണമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി നേരമൊന്നും വെക്കുകയോ അല്ലെ അത് ഇരിക്കാൻ നിങ്ങൾ ഒത്തിരി അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്പ്രേ അടിച്ചു. ഉടനെ തന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് ഞാനിത് അങ്ങ് തുടച്ചെടുക്കുകയാണ്. കണ്ടോ, അഴുക്കൊക്കെ നിമിഷ നേരം കൊണ്ട് പോയി. നമ്മളിത് അടിച്ചു വെച്ച് അവിടെ ഇരിക്കുകയോ അങ്ങനെയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കണം. പിന്നെ മാർബിൾ എപ്പോഴും ഇതുപോലെ ഒരു റൗണ്ടായിട്ട് തന്നെ തുടച്ച് എടുക്കാൻ നോക്കുക കേട്ടോ. ഒരു റൗണ്ട്, ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ റൗണ്ട് മോഷനിൽ ഒന്ന് തുടച്ചെടുക്കുക. പിന്നെ മാർബിൾ ഒരിക്കലും നമ്മൾ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് അത് കാറ്റുകൊണ്ട് ഉണങ്ങും എന്ന് ചിന്തിച്ച് ആ വെള്ളം അവിടെ വെക്കരുത്. നമ്മളത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഉണങ്ങി ഒരു തുണിയും കൂടി എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ബാക്കിയുള്ള വെള്ളം എന്തെങ്കിലും കുറച്ചെങ്കിലും വെള്ളത്തിൻ്റെ ഒരു തരി ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ തുടച്ചെടുക്കണം. അത് എയർ ഡ്രൈ എന്ന് പറയും. എയർ ഡ്രൈ ഒട്ടും പറ്റാത്ത ഒരു കൗണ്ടർ ടോപ്പാണ് മാർബിളിൻ്റെ. അപ്പോൾ അത് ചെയ്യരുത്. നമ്മളത് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ അത് നല്ലതുപോലെ തുടച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ ഒരു തരി വെള്ളം പോലും ഇല്ല. അതുകൊണ്ട് കാറ്റ് കൊണ്ട് ഉണങ്ങും എന്ന് ധരിച്ച് മാർബിൾ ടോപ്പിൽ അല്ലെങ്കിൽ മാർബിളിൻ്റെ കൗണ്ടർ ടോപ്പ് നിങ്ങൾ മാറ്റി വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. കാണുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്. അതൊരു മാർബിൾ വർക്ക് ടോപ്പിനാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. മറ്റേ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് ജനറൽ എന്നാണെന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം അത് സാധാരണ കിച്ചൺ വർക്ക് ടോപ്പിലേക്ക് വുഡൻ്റെ കിച്ചൺ വർക്ക് ടോപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 സൊല്യൂഷനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഒരു കെമിക്കൽസ്
ഗ്ലൗസിൻ്റെ ആവശ്യമില്ല, നമ്മുടെ കൈക്ക് ഒരു പ്രശ്നം സംഭവിക്കില്ല. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു ബൾക്കായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും ഒരു 1.5 മാസം 2 മാസമൊക്കെ സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത അന്ന് നമ്മുടെ അടുക്കളയൊക്കെ എപ്പോഴും പളപ്പളാന്ന് വെട്ടിത്തിളക്കുന്ന രീതിയിലുള്ള ക്ലീനിങ് സൊല്യൂഷൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.